പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ. ആമേൻ. കർത്താവിനാൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട പ്രിയ സഹോദരങ്ങളെ, വലിയ നോമ്പിലേക്ക് പ്രവേശിക്കാനുള്ള ഏറ്റവും അടുത്ത ഒരുക്കമായി നോമ്പിൻ്റെ ഒന്നാം ഞായറിലെ തിരുവചന വായനകളിലൂടെയും ധ്യാനത്തിലൂടെയും നോമ്പിൻ്റെ അർത്ഥവും പ്രാധാന്യവും ലക്ഷ്യങ്ങളുമെല്ലാം നാം മനസ്സിലാക്കി. ശുഭക്കോനോ ദിനത്തിലെ തിരുവചന വായനകളിലൂടെ മനുഷ്യനിലെ ബലഹീനതകളെയും തിന്മകളിലേക്കുള്ള ചായ്വിനെയും കുറിച്ച് നാം മനസ്സിലാക്കി. അതോടൊപ്പം പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും സർവശക്തിയോടും കൂടെ ദൈവത്തെ സ്നേഹിക്കുന്നതിനും ശുശ്രൂഷിക്കുന്നതിനും പകരമായി ശാരീരിക ഭക്ഷണം അഥവാ ജഡമോഹങ്ങളും ജീവനും സമ്പത്തും അധികാരവും എങ്ങനെ മനുഷ്യനെ പ്രലോഭിപ്പിച്ച് ദൈവത്തിൽ നിന്ന് അകറ്റുന്നുവെന്നും നാം മനസ്സിലാക്കി. ഉപവാസത്തിലൂടെ യേശു ആർജിച്ച ശക്തിയാലും പിതാവായ ദൈവത്തോടുള്ള അചഞ്ചലമായ സ്നേഹവും അനുസരണവും മൂലവുമാണ് വചനത്തിൻ്റെ ശക്തിയാൽ പ്രലോഭനങ്ങളെ ജയിക്കാൻ യേശുവിന് സാധിച്ചത്. ഇപ്രകാരം ലക്ഷ്യബോധത്തോടെ ദൈവസ്നേഹത്താൽ പ്രലോഭനങ്ങളെ ജയിച്ച് സഭയോട് ചേർന്ന് പരിശുദ്ധമായ നോമ്പനുഷ്ഠിക്കാനും സഭയ്ക്കു വേണ്ടിയും പുറമേയുള്ള ലോകത്തിനു വേണ്ടിയും പ്രാർത്ഥിക്കാനും പാപപരിഹാരാർത്ഥമുള്ള പ്രായശ്ചിത്തങ്ങൾ അനുഷ്ഠിക്കാനും നമുക്ക് പരിശ്രമിക്കാം. നിനുവേക്കാർ മനസ്സു തിരിഞ്ഞ് ദൈവത്തെ വിളിച്ചപേക്ഷിച്ച് അനുഗ്രഹം പ്രാപിച്ചതുപോലെ സഭാമക്കളും സകല ജനങ്ങളും ദൈവത്തിൻ്റെ കാരുണ്യത്തിനും അനുഗ്രഹങ്ങൾക്കും അർഹരായി തീരണമെന്നതാണല്ലോ നമ്മുടെ നോമ്പിൻ്റെയും തിരുവചന ധ്യാനത്തിൻ്റെയും ഒക്കെ ലക്ഷ്യം. ഇന്ന് നോമ്പിൻ്റെ 3-ാം ദിവസം നമ്മുടെ പരിചിന്തനത്തിനും ധ്യാനത്തിനുമായി സഭ നൽകിയിട്ടുള്ള സുവിശേഷ ഭാഗം മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. യേശുവിൻ്റെ മലയിലെ പ്രസംഗത്തിലെ ശിഷ്യത്വ പ്രബോധനത്തിൻ്റെ ഭാഗമാണിത്. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അവരുടെ മുമ്പിൽ വെച്ച് സത്കർമ്മങ്ങൾ അനുഷ്ഠിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളാനും മറ്റുള്ളവരിൽ നിന്ന് പ്രശംസ ലഭിക്കാൻ കപടനാട്യക്കാർ സിനഗോഗുകളിലും തെരുവീഥികളിലും ചെയ്യുന്നത് പോലെ ഭിക്ഷ കൊടുക്കുമ്പോൾ കാഹളം മുഴക്കരുതെന്നുമുള്ള മുന്നറിയിപ്പാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം ക്രിസ്തു ശിഷ്യർക്ക് നൽകുന്നത്. യേശു പറയുന്നു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു. സ്വർഗസ്ഥനായ പിതാവിങ്കൽ അവർക്ക് പ്രതിഫലമില്ല. ധർമ്മദാനം ചെയ്യുമ്പോൾ അത് രഹസ്യമായിരിക്കേണ്ടതിന് നിന്റെ വലതുകൈ ചെയ്യുന്നത് ഇടതുകൈ അറിയാതിരിക്കട്ടെ. അപ്പോൾ രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് പ്രതിഫലം നൽകും. ഈ ഒരു മനോഭാവം വളർത്തിയെടുക്കാൻ നോമ്പുകാലത്ത് നമുക്ക് പ്രത്യേകം പരിശ്രമിക്കാം. ഇന്നത്തെ ലേഖന ഭാഗം കൂടെ നമുക്ക് ധ്യാന വിഷയമാക്കാം. വിശുദ്ധ പൗലോസ് ശ്ലീഹ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 13 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. ശ്ലീഹ പറയുന്നു, പ്രകാശിതമായവയെല്ലാം പ്രശോഭിക്കും. ഇങ്ങനെ പ്രശോഭിക്കുന്നതെല്ലാം പ്രകാശമാണ്. അതായത് ക്രിസ്തുവാകുന്ന പ്രകാശത്താൽ പ്രകാശിതരായവരെല്ലാം പ്രശോഭിക്കും. ഇങ്ങനെ പ്രശോഭിക്കുന്നവരെല്ലാം പ്രകാശമായി മാറും. അതുകൊണ്ടാണ് ഉറങ്ങുന്നവനെ ഉണരുക, മരിച്ചവരിൽ നിന്ന് എഴുന്നേൽക്കുക, ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും എന്ന് പറയുന്നത്. അതായത് നാം നിദ്ര വിട്ട് ഉണർന്ന് മൃതപ്രായമായ അവസ്ഥയിൽ നിന്ന് എഴുന്നേറ്റ് തീഷ്ണതയോടെ ദൈവമഹത്വം ലക്ഷ്യം വെച്ച് ജീവിക്കണം. അവിവേകികളെപ്പോലെ ആകാതെ വിവേകികളെപ്പോലെ ജീവിക്കാൻ ശ്രദ്ധിക്കണം. തിന്മയുടെ ദിനങ്ങളാണിപ്പോൾ. അതിനാൽ ഭോഷന്മാരാകാതെ കർത്താവിൻ്റെ അഭീഷ്ടമെന്തെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് നാം ജീവിക്കണം. വീഞ്ഞു കുടിച്ച് ഉന്മത്തരാകാതെ ആത്മാവിനാൽ പൂരിതരാകണം. സങ്കീർത്തനങ്ങളാലും ആത്മീയ ഗീതങ്ങളാലും
പരസ്പരം സംഭാഷണം ചെയ്യുകയും പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ പ്രകീർത്തിക്കുകയും ചെയ്യണം. എപ്പോഴും എല്ലാറ്റിനും വേണ്ടി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യണം. കഴിഞ്ഞ പ്രഭാഷണങ്ങളിൽ നാം ശ്രവിച്ചതും ഇന്ന് നാം ചിന്താ വിഷയമാക്കിയതുമായ ഇക്കാര്യങ്ങളും ഹൃദയത്തിൽ സംഗ്രഹിച്ച് നിരന്തരം ധ്യാനിച്ച് ഇപ്രകാരം ജീവിക്കുമെങ്കിൽ അതിവേഗം ആത്മീയ പുരോഗതി കൈവരിച്ച് മിസ്റ്റിക്കൽ മാർഗത്തിലൂടെ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ സ്നേഹ കൂട്ടായ്മയിലെ ദൈവൈക്യ ജീവിതം നയിക്കുന്നതിനും പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ആത്മമിത്രങ്ങളും കൂട്ടുവേലക്കാരുമായി ദൈവിക പദ്ധതി പൂർത്തീകരിക്കുന്നതിനും നമുക്ക് സാധിക്കും. ഓ ദൈവമേ, സ്വന്തം മഹത്വം തേടാതെ അങ്ങേ മഹത്വം മാത്രം തേടുന്നതിനും ജഡിക സുഖങ്ങൾക്കും മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ലഹരിക്കും വിവിധ തിന്മകൾക്കും അടിമപ്പെടാതെ വചനത്തോടുള്ള തീവ്ര അഭിനിവേശത്തോടെ ആത്മാവിനാൽ പൂരിതമായ ജീവിതം നയിക്കാനും ഞങ്ങളെ സഹായിച്ച് അനുഗ്രഹിച്ചാലും. ദൈവിക വെളിപാടിൻ്റെ പൂർണ്ണതയായ യേശുതമ്പുരാനെ, അങ്ങേ വെളിപാടിൻ്റെ വെളിച്ചത്താൽ ഞങ്ങളെ പ്രകാശിതരാക്കണമേ. അങ്ങേ മഹത്വം ഞങ്ങളിൽ പ്രകാശിക്കുവാൻ തക്കവിധം ഞങ്ങളെ ആത്മാഭിഷേകമുള്ളവരാക്കി തീർത്ത് സകലർക്കും അനുഗ്രഹമാക്കി മാറ്റണമേ. ആമേൻ.